ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഭാഗ്യമായ ദൈവപുത്രനെ ഉദരത്തിൽ വയ്ക്കുക എന്ന ഭാഗ്യം ലഭിച്ചതിനു ശേഷം മാതാവ് തൻ്റെ ബന്ധുവും വൃദ്ധയും ഗർഭിണിയുമായ എലീശായെ സന്ദർശിച്ച് 3 മാസത്തോളം അവളോടൊപ്പം ജീവിച്ച് ശുശ്രൂഷ ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹങ്ങളും പുരോഗതിയും ഉണ്ടാകുമ്പോൾ സഹോദരനെ ഓർക്കുവാൻ, അവനെ സഹായിക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ദൈവം നമുക്ക് നൽകുന്ന പുരോഗതിയും ദാനങ്ങളും സമൂഹത്തിന് കൂടി പങ്കുവെക്കേണ്ടതാണെന്നുള്ള ഉറച്ച ബോധ്യം നമ്മിൽ ഉണ്ടാകുവാൻ മാതാവിൻ്റെ മാതൃക നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മിൽ ചൊരിയുന്ന സൗഭാഗ്യങ്ങൾ നമ്മെ കൂടുതൽ എളിമയുള്ളവരും അപരനെ സഹായിക്കുവാൻ മനസ്ഥിതിയുള്ളവരും ആക്കി മാറ്റുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ. ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവെ, എന്നെ കൂടുതൽ വിനയമുള്ളവനാക്കി മാറ്റണമേ. അതെ, കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവെ, എന്നെ കൂടുതൽ വിനയമുള്ളവനാക്കി മാറ്റണം.